ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് 2024 PSC ചോദിച്ചിട്ടുള്ള 30 GK ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം ഓപ്ഷൻ സി 1861. 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതേത്? തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതേത്? ഓപ്ഷൻ ഡി കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസാണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? ഓപ്ഷൻ എ ടി.കെ. മാധവൻ. ടി.കെ. മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത്. അടുത്ത ചോദ്യം, 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി എന്നതായിരുന്നു 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ ബി വി.ടി. ഭട്ടതിരിപ്പാട്. വി.ടി. ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം, 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേത്? 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേത്? ഓപ്ഷൻ സി ജനസംഖ്യാനുപാത സംവരണം. ജനസംഖ്യാനുപാത സംവരണമാണ് 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം. ഭരണപരിഷ്കരണം, കുടിയാന്മ പ്രശ്നം, ഖിലാഫത്ത് എന്നിവ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. അടുത്ത ചോദ്യം, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ഓപ്ഷൻ ബി അർണോസ് പാതിരി. അർണോസ് പാതിരിയുടെ സംഭാവനയാണ് മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു. അടുത്ത ചോദ്യം, 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാര്? 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാര്? ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയാണ് 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം. ഓപ്ഷൻ എ ആലപ്പുഴ. ആലപ്പുഴയിലാണ് 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഓപ്ഷൻ സി വാൾട്ടർ ജി റോസൻ. വാൾട്ടർ ജി റോസൻ ആണ് ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അടുത്ത ചോദ്യം, അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? ഓപ്ഷൻ എ പ്ലാസന്റ. പ്ലാസന്റയാണ് അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം. അടുത്ത ചോദ്യം നോക്കാം. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്?
കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല. ഓപ്ഷൻ ഡി സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമയാണ് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം. ഓപ്ഷൻ ബി വില്ലസുകൾ. വില്ലസുകളാണ് ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം. അടുത്ത ചോദ്യം നോക്കാം. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ. ഓപ്ഷൻ സി വൃക്കാധമനി. വൃക്കാധമനിയാണ് വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സീറോഫ്താൽമിയ. അത് തെറ്റായ പ്രസ്താവനയാണ്. വിറ്റാമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. ആ പ്രസ്താവനയും തെറ്റാണ്. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ആ പ്രസ്താവന ശരിയാണ്. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. അതും ശരിയാണ്. അപ്പോൾ നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകള്: കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ, കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. 3ഉം 4ഉം പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം: ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. ഓപ്ഷൻ സി മൊനീറ. മൊനീറയാണ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഓപ്ഷൻ ഡി സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിൻ എന്ന ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട ഒരു അവസ്ഥയാണ് ഭീമാകാരത്വം. അടുത്ത ക്വസ്റ്റ്യൻ: കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കോശശ്വസനത്തിന്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം റൈബോസോമിലും വെച്ച് നടക്കുന്നു. ആ പ്രസ്താവന തെറ്റാണ്. ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിന് ഓക്സിജൻ ആവശ്യമാണ്. അതും തെറ്റാണ്. ഗ്ലൈക്കോളിസിന്റെ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. ആ പ്രസ്താവനയും തെറ്റാണ്. ഗ്ലൈക്കോളിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്നു. ആ പ്രസ്താവന ശരിയാണ്. അപ്പോൾ കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഗ്ലൈക്കോളിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായിട്ടാണ് മാറുന്നത്. 4ാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? ഓപ്ഷൻ ബി കണ്ണ്. കണ്ണെന്ന് പറഞ്ഞ അവയവത്തിലാണ് വിട്രിയസ് ദ്രവം കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം. ഓപ്ഷൻ എ യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നതാണ് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം. അടുത്ത ചോദ്യം: ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത്? ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത്? ഓപ്ഷൻ ബി സമ്പുഷ്ട യുറേനിയം. സമ്പുഷ്ട യുറേനിയമാണ് ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം. ഓപ്ഷൻ ഡി 4 മടങ്ങാവും. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങാകും. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി വേഗം. വേഗമാണ് കൂട്ടത്തിൽ പെടാത്തത്. കാരണം വേഗം അദിശ അളവാണ്. പ്രവേഗവും ത്വരണവും സ്ഥാനാന്തരവുമെല്ലാം സദിശ അളവുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ:
അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓപ്ഷൻ ബി ബാരോമീറ്റർ ആണ്. ബാരോമീറ്റർ ആണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു. അത് ജെ തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ഇലക്ട്രോണിനെ കണ്ടെത്തി. അതും ജെ തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. അതും ജെ തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ന്യൂട്രോണിനെ കണ്ടെത്തി. അത് നമ്മുടെ ചാഡ്വിക് ആണ് അല്ലേ. അപ്പൊ ന്യൂട്രോണിനെ കണ്ടെത്തി എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ജെ തോംസണുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ന്യൂട്രോണിനെ കണ്ടെത്തി എന്നതാണ് ബന്ധപ്പെടാത്ത പ്രസ്താവനയായിട്ട് ഉത്തരത്തിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. റബ്ബറിന്റെ മോണോമർ. റബ്ബറിന്റെ മോണോമർ. ഓപ്ഷൻ ബി ഐസോപ്രീൻ. ഐസോപ്രീനാണ് റബ്ബറിന്റെ മോണോമർ. അടുത്ത ക്വസ്റ്റ്യൻ. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്. ഓപ്ഷൻ സി ഹെൻറി ബെക്കുറൽ. ഹെൻറി ബെക്കുറലാണ് റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ്? ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ്? ഓപ്ഷൻ ഡി അലുമിനിയം. അലുമിനിയം എന്ന ലോഹത്തിന്റെ അയിരിനാണ് ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ്. ഓപ്ഷൻ എ ഐസോബാറുകൾ. അപ്പോൾ ഐസോബാറുകളാണ് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും നന്നായി പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.